ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായിരിക്കുകയാണ്. ആരംഭിക്കുന്നതിന് മുമ്പ് പരിപാടിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബാലകഥയാണ്. നമുക്ക് കഥ കേട്ടാലോ? വൈകണ്ട. പണ്ട് 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 ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ജീവിച്ചിരുന്നു. ഒരു വലിയ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുന്നിൻ്റെ താഴ്വരയിൽ ആയിരുന്നു ഈ അപ്പൂപ്പനും അമ്മൂമ്മയും താമസിച്ചിരുന്നത്. വാഴക്കൃഷിയും കോഴിക്കൃഷിയും നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു അവരുടെ ജീവിതമാർഗം. ഒരു ദിവസം രാത്രിയിൽ കാടിറങ്ങിയ ആനകൾ അപ്പൂപ്പൻ്റെ തോട്ടത്തിലെ വാഴകൾ നശിപ്പിച്ചു. നേരം വെളുത്തു. അപ്പൂപ്പനും അമ്മൂമ്മയും പറമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ വാഴകളിൽ പകുതിയും നശിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കുലയ്ക്കാറായ വാഴകൾ മിക്കതും ആനകൾ ഒടിച്ചും ചതച്ചും ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വലിയ സങ്കടമായി. അത് പിന്നെ പറയാനുണ്ടോ? നമുക്കതിൽ സങ്കടമാവത്തില്ലേ? ബാക്കിയുള്ള വാഴകളെങ്കിലും ആനകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അപ്പൂപ്പൻ വാഴത്തോട്ടത്തിൽ 2 കാവൽക്കാരെ ഏർപ്പാടാക്കി. അന്ന് സന്ധ്യയായപ്പോൾ നല്ല കാറ്റും മഴയും ഇടിവെട്ടും മിന്നലും വന്നു. അമ്മൂമ്മയ്ക്ക് കോഴിക്കൂട് അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. കോഴികളെല്ലാം കൂട്ടിൽ തനിയെ കയറുമെന്ന് അമ്മൂമ്മയ്ക്ക് അറിയാമായിരുന്നു. മഴ കുറഞ്ഞപ്പോൾ കാവൽക്കാർ വലിയ വടികളുമായി കോഴിക്കൂടിനരികിൽ കൂടി നടന്നു പോകുന്നത് കണ്ട കോഴികൾ ബഹളം വയ്ക്കുകയും ആ ബഹളത്തിനിടയിൽ ഒരു വലിയ പൂവൻ പുറത്തേക്ക് വരികയും ചെയ്തു. മഴ മാറി നല്ല നിലാവുള്ളതിനാൽ പൂവൻ കോഴി കുറച്ചു ദൂരം നടന്നു വരാൻ തീരുമാനിച്ചു. അപ്പോഴാണ് കുറുക്കൻ്റെ ഊരിയിടൽ പൂവൻ്റെ കാതിലെത്തിയത്. പന്തികേട് മനസ്സിലാക്കിയ പൂവൻ കോഴി വേഗം ഒരു മരത്തിൻ്റെ ശിഖരത്തിലേക്ക് പറന്നിരുന്നു. എല്ലാ രാത്രിയിലെയും പോലെ ഇര തേടി ഇറങ്ങിയ കുറുക്കനും കുറുക്കത്തിയും നടന്ന് നടന്ന് അപ്പൂപ്പൻ്റെ പറമ്പിലെത്തി. കോഴികളുടെ കലപില ശബ്ദം കേട്ട് കുറുക്കനും കുറുക്കത്തിയും കൂട്ടിനരികിലേക്ക് പോകുന്നത് മരക്കൊമ്പിലിരുന്ന് പൂവൻ കണ്ടു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ കുറുക്കനും കുറുക്കത്തിയും തുറന്നു കിടക്കുന്ന കൂടിനുള്ളിലെ കോഴികളെയെല്ലാം കൊന്നു തിന്നുമെന്ന് പൂവന് മനസ്സിലായി. അവൻ്റെ നിസ്സഹായാവസ്ഥ അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവനുള്ളിൽ പറഞ്ഞു, എനിക്കാണെങ്കിൽ കുറുക്കനെയും കുറുക്കത്തെയും ഇവിടെ നിന്ന് ഓടിക്കാൻ സാധിക്കില്ല. ഈ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഇവരുടെ കണ്ണിലെങ്ങാണം പെട്ടാൽ എന്നെയും ഇവർ പിടിച്ചു തിന്നും. ഇനി എന്താ ഒരു വഴി? ഇങ്ങനെയൊക്കെ ആലോചിച്ച് പൂവൻ തലയുയർത്തി നോക്കിയപ്പോൾ കാട്ടാനകളെ ഓടിക്കാൻ വന്ന കാവൽക്കാർ അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടു. പൂവൻ കോഴിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി ഉദിച്ചു. അവൻ 3 പ്രാവശ്യം നീട്ടിക്കൂവി. കോഴികളുടെ കൂവൽ കേട്ട കാവൽക്കാർ നേരം വെളുത്തുവെന്ന് കരുതി എഴുന്നേറ്റു. പൂവൻ കോഴി അപ്പോൾ കൊക്കരക്കോ കൊക്കരക്കോ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ശബ്ദം കേട്ട കാവൽക്കാർക്ക് സംശയമായി. കാട്ടുമൃഗങ്ങളെ കണ്ടാലാണ് കോഴികൾ ഈ വക ശബ്ദമുണ്ടാക്കുക. ആന വാഴ നശിപ്പിക്കാൻ എത്തിയിട്ടുണ്ടാവണം. കാവൽക്കാർ അതീവ ജാഗ്രതയോടെ വരുമ്പോഴാണ് കുറുക്കനും കുറുക്കത്തിയും കോഴിക്കൂട് ലക്ഷ്യമാക്കി നടന്നു പോകുന്നത് കണ്ടത്. പിന്നെ അവിടെ എന്താണ് ഉണ്ടായതെന്ന് പ്രത്യേകം പറയണം. കയ്യിലുള്ള നീളൻ വടികൊണ്ട് അവർ കുറുക്കനെയും കുറുക്കത്തെയും പടാ പടാ എന്ന് അടിച്ചു. അടികൊണ്ട് അവശരായ കുറുക്കനും കുറുക്കത്തെയും പ്രാണനും കൊണ്ടോടി. കാവൽക്കാർ ചെന്ന് നോക്കിയപ്പോൾ കോഴിക്കൂട് തുറന്നു കിടക്കുന്നത് കണ്ടു. മുത്തച്ഛി കോഴിക്കൂട് അടയ്ക്കാൻ മറന്നു കാണും എന്ന് പറഞ്ഞ് കാവൽക്കാരിൽ ഒരുവൻ അതടച്ച് കുറ്റിയിട്ടു. പിന്നെ 2 പേരും കൂടി വീടിൻ്റെ വാതിലിൽ തട്ടി വിളിച്ചു. ഉണർന്ന് വാതിൽ തുറന്നു നോക്കിയ അപ്പൂപ്പന് കാവൽക്കാരെ കണ്ടപ്പോൾ സംശയമായി. ആനകളെ ഓടിക്കാൻ പോയ ഇവരെ ആന തിരിച്ചോടിച്ചോ? വാഴത്തോട്ടത്തിൽ ഇറങ്ങുന്ന ആനകളെ ഓടിക്കാൻ പോയ നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് വന്നത്? അപ്പൂപ്പൻ ചോദിച്ചു. പാതിരാത്രിയോ? അപ്പോൾ നേരം പുലർന്നില്ലേ? കോഴി കൂവിയതിനു ശേഷമാണല്ലോ ഞങ്ങൾ പോന്നത്, കാവൽക്കാരിൽ ഒരുവൻ പറഞ്ഞു. അപ്പൂപ്പന് വീണ്ടും സംശയം. അകത്തിരിക്കുന്ന ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 1:30. നിങ്ങൾ എന്താ പറയുന്നത്? സമയം 1:30 ആയിട്ടുള്ളൂ. പാതിരാത്രിയിൽ കോഴി കൂവി
നേരം വെളുത്തു എന്നൊക്കെ പറഞ്ഞു വരാൻ നിങ്ങൾക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? വേഗം പോയി തോട്ടത്തിൽ ആന ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്ക്, കഴുതകൾ. അപ്പൂപ്പൻ ദേഷ്യത്തോടെ പറഞ്ഞു. സംസാരം കേട്ടുണർന്ന അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അരികിലേക്ക് വന്നു. അപ്പൂപ്പൻ തങ്ങളെ കഴുതകളെന്ന് വിളിച്ചത് കാവൽക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കോഴി കൂവിയത് കേട്ട് നേരം വെളുത്തുവെന്ന് കരുതി വരുമ്പോഴാണ് തുറന്നു കിടക്കുന്ന കോഴിക്കൂടിനരികിൽ ഒരു കുറുക്കനെയും കുറുക്കത്തെയും ഞങ്ങൾ കണ്ടത്. അവരെ തല്ലി ഓടിച്ച് കോഴിക്കൂടും അടച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം കാരണം ആ കൂടിനുള്ളിലെ എല്ലാ കോഴികളുമാണ് രക്ഷപ്പെട്ടത്. കാവൽക്കാരിൽ ഒരുവൻ നീരസത്തോടെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് കോഴിക്കൂടിൻ്റെ കാര്യം അമ്മൂമ്മയ്ക്ക് ഓർമ്മ വന്നത്. അവര് പറഞ്ഞത് ശരിയാ, മഴ മാറിയിട്ട് കൂടടയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനതങ്ങ് മറന്ന്. അപ്പൂപ്പൻ വഴക്ക് പറഞ്ഞതിൽ വിഷമിക്കണ്ട. നിങ്ങൾക്ക് പറ്റിയ അമളി എൻ്റെ കോഴികളെയെല്ലാം രക്ഷപ്പെടുത്തിയല്ലോ. അമ്മൂമ്മ അവരെ ആശ്വസിപ്പിച്ചു. എങ്കിലും ഒരു സംശയം, ആനയെ ഓടിക്കാൻ വന്ന നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു അല്ലേ? അമ്മൂമ്മ മോണ കാട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഹേ അല്ല അമ്മൂമ്മേ, ഉറങ്ങാതെ ഞങ്ങൾ കാവലിരിക്കുകയായിരുന്നു, കാവൽക്കാരിൽ ഒരുവൻ പറഞ്ഞു. എന്നോട് നുണയൊന്നും പറയണ്ട. കുറുക്കനും കുറുക്കത്തെയും കോഴികളെ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ എൻ്റെ ചാത്തൻ കോഴിയാണ് ആ സമയത്ത് കൂവി നിങ്ങളെ ഉണർത്തിയത്. ഏതായാലും അത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ ഉണർന്നുവല്ലോ. കാവൽക്കാർ പരസ്പരം നോക്കി സ്വന്തം തെറ്റ് സമ്മതിച്ചു. ഭാഗ്യത്തിന് കോഴികൾക്കൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ പോയി കിടന്നുറങ്ങാതെ തോട്ടത്തിൽ ആന ഇറങ്ങുന്നുണ്ടോയെന്ന് നോക്ക്, മുത്തച്ഛി ഒരു ഉപദേശം പോലെ കാവൽക്കാരോട് പറഞ്ഞു. തോട്ടത്തിലേക്ക് തിരിച്ചു വന്ന കാവൽക്കാരെ കണ്ട പൂവൻകോഴി കൂട്ടുകാരെ കുറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ മരക്കൊമ്പിലിരുന്ന് സുഖമായി ഉറങ്ങാൻ തുടങ്ങി. ഇത്രയുമാണ് കഥ. ഈ കഥ വായിച്ചപ്പോൾ ഇന്നത്തെയും അന്നത്തെയും കർഷകരുടെ അവസ്ഥയൊന്നും മാറിയിട്ടില്ലെന്ന് തോന്നും. അന്നുമുണ്ടായിരുന്നു അല്ലേ, ആനകൾ വന്ന് വാഴകൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ വാഴത്തോട്ടം നശിപ്പിക്കുക എന്നൊക്കെയുള്ള അവസ്ഥ, അല്ലെങ്കിൽ തോട്ടം നശിപ്പിക്കുക എന്നൊക്കെ ഉള്ള. ഇന്ന് ആനകൾ മാത്രമല്ല, കാട്ടുപന്നിയും ഒക്കെ വന്ന് അല്ലേ നമ്മുടെ കൃഷിക്കാരുടെ തോട്ടം നശിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു വസ്തുത ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, കാവൽക്കാർ ഉറങ്ങിപ്പോയാൽ എന്താകും അവസ്ഥ എന്ന് കാണിച്ചു തരികയാണ് ഈ കഥ. ഞാനത് വളരെ സിംബോളിക്കായിട്ട് എടുക്കുകയാണ്, ചുമ്മാ ഒരു തമാശയ്ക്ക്. നമ്മുടെ പോലീസ് സേന അല്ലെങ്കിൽ സൈന്യം അല്ലെങ്കിൽ കോടതിയിലെ ജഡ്ജിമാർ, കീഴ്ക്കോടതിയായാലും മേൽക്കോടതിയായാലും അല്ലേ, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അങ്ങനെ താഴെത്തട്ടിലുള്ള കോടതികളോ എന്തുമാകട്ടെ, ഉറങ്ങിപ്പോയാൽ, ഉറക്കം നടിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? നീതി നടപ്പാക്കാൻ സാധിക്കുമോ? പോലീസുകാർ ഉറങ്ങിപ്പോയാലോ കള്ളത്തരങ്ങൾ നടക്കും, വഞ്ചനയും ചതിയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും എല്ലാം നടക്കും, എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കും. അത് കണക്ക് തന്നെ നീതിപീഠങ്ങൾ ഉറങ്ങിപ്പോയാൽ എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കും. അതാണ് അവസ്ഥ. സൈന്യം, രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന സൈന്യം ഉറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ ഉറക്കം നടിച്ചാലോ ശത്രുക്കൾ രാജ്യത്ത് പ്രവേശിക്കും. അപ്പോൾ എല്ലാം പ്രവർത്തിക്കേണ്ട സർക്കാർ മെഷീനറി ഉറങ്ങിപ്പോയാലോ ഒന്നും നടക്കത്തില്ല, വികസനം നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ അല്ലേ. അതാണ് ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തെന്നൊക്കെ പറയുന്നത് ഇത്തരം ഉറങ്ങി വീഴലാണ്. പല കാരണങ്ങൾ കൊണ്ടാവാം ഈ ഉറങ്ങി വീഴുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അത്തരം ഉറക്കങ്ങൾ എല്ലാം താറുമാറാക്കും, സകലതും. ജനങ്ങൾക്ക് ഒരു സമാധാനവും ലഭിക്കില്ല. അത് കെടുകാര്യസ്ഥതയാണ് അല്ലേ, ഉറക്കം നടിക്കൽ അല്ലെങ്കിൽ ഉറങ്ങിപ്പോകൽ എന്ന് പറയുന്നത്. തിന്മ കൊണ്ട് നിറയും സമൂഹം. ആർക്കും സ്വസ്ഥതയും സ്വൈര്യവും കാണത്തില്ല. ഭയത്തിൽ ജീവിക്കേണ്ടി വരും. നിയമവാഴ്ചയില്ലെങ്കിൽ എന്താകും അവസ്ഥ? എല്ലായിടത്തും തിന്മകൾ വാഴും. അപ്പോൾ അതാണ് കാര്യം. ഇത് പറഞ്ഞു വരുമ്പോഴാണ് മധ്യപ്രദേശിൽ 3 വർഷത്തിനിടെ കാണാതായത് 30,000 സ്ത്രീകളാണ്. അതായത് കുട്ടികൾ ഉൾപ്പെടെ. ഈ എണ്ണം പറഞ്ഞത് അവിടുത്തെ സർക്കാരാണ്.
നിയമസഭയിൽ അവതരിപ്പിച്ചൊരു കണക്കാണ് ഞാനീ പറഞ്ഞത്. 28,857 സ്ത്രീകളെയും 2,944 പെൺകുട്ടികളെയുമാണ് 3 വർഷത്തിനിടെ കാണാതായത്. 2021 മുതൽ 2024 വരെയുള്ള കാലയളവിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതായത് പ്രതിദിനം 28 സ്ത്രീകളെയും 3 പെൺകുട്ടികളെയുമാണ് കാണാതാവുന്നത്. എന്നാൽ കേസുകൾ വളരെ ചുരുക്കമാണ്. 724 കേസുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതായത് വളരെ കുറച്ച് കേസുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ കണക്കുകൾ പ്രകാരം വലിയൊരു കണക്കാണ് അല്ലേ, വലിയൊരു എണ്ണമുണ്ട്. ഇപ്പോൾ ഉജ്ജയിനിയിൽ മാത്രം 34 മാസത്തിനിടെ 674 പേരെയാണ് കാണാതായത്. അവിടെ ഒരു കേസുമില്ല. എന്തുകൊണ്ടോ നമുക്കറിയില്ല. സാഗർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാതായത് 245 പേർ. ഇൻഡോറിൽ ആണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കാണാതായത്. അത് എത്രയാണെന്ന് അറിയണ്ടേ? 2384. ഇൻഡോറിൽ ഒരു മാസത്തിനിടെ 428 സ്ത്രീകളെ കാണാതായെങ്കിലും എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണ്ടേ? വെറും 15 കേസ് മാത്രമാണ്. അപ്പോൾ അവിടെയാണ് ഈ ഉറക്കത്തിൻ്റെ പ്രസക്തി വരുന്നത്. കാവൽക്കാർ ഉറങ്ങിപ്പോയാലോ? അതെ, കാവൽക്കാർ ഉറങ്ങാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയ ഒരു കഥയും പുതിയ കുറച്ച് വർത്തമാനമായിട്ട്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.